വെൽക്കം ബാക്ക് ടു ജാസി അമ്മി കുക്കിംഗ്. ഇന്നൊരു കിടിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല മുരിഞ്ഞ ബീഫിൻ്റെ കൂടെ പാതി വഴറ്റിയ സവാളയൊക്കെ ചേർത്ത് തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മൾ ഈ ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിലേക്കായിട്ട് നമ്മൾ 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ടൊരു 15 അല്ലിയോളം വെളുത്തുള്ളിയും പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പെരിഞ്ജീരകവും ഏലക്കയും സ്റ്റാർ അനൈസും കറുകപ്പട്ടയും ഗ്രാമ്പും അതുപോലെ ജാതിപത്രിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിനായിട്ട് അതിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി എരിവിനായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീറ്റ് മസാലയിൽ നിന്ന് 2 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലതായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ജീരകവും ഏലക്കയും ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു പൗഡറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ്സിന് ശേഷമാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2 വിസിലിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടിയും വേവിച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് വരട്ടിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് വരട്ടിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊരു സൂപ്പർ ടേസ്റ്റ്. പിന്നെ വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അതുപോലെ നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ ഈ ഒരു തട്ടുകട സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് സവാളയും തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൂടി ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വളരെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിന് അധികം നുറുങ്ങി പോവാതെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന സവാളയൊക്കെ നമ്മൾ കുറച്ച് കനത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ല കനത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കനം കുറയ്ക്കാതെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമ്മളിത് ഇതൊന്ന് കോരി മാറ്റണം. അപ്പോൾ ഇതുപോലെ ഏകദേശം ഇതുപോലെയുള്ള സവാളയുടെ കളറൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളൊരു പാതി വഴറ്റിയിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളിതൊന്ന് കോരി മാറ്റി വെക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് ആ ഒരു സവാളയൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നെയ്യ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചെറിയുള്ളിയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇങ്ങനെ നെയ്യിൽ കിടന്ന് വഴഞ്ഞ് വരുമ്പോൾ തന്നെ അതിന് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണ്ട. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം അതിലേക്കുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ വഴറ്റിയിടുക. എന്നിട്ട് ആ ഉള്ളി മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്തേക്കാണ് നമ്മൾ ഇതിലേക്കുള്ള ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിടുക. അതുപോലെ കറിവേപ്പിലയൊക്കെ ആവശ്യത്തിനല്ല കേട്ടോ, ആവശ്യത്തിൽ കൂടുതൽ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ കുക്കറിൽ നിന്ന് ബീഫൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളെങ്കിലും വീണ്ടും ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒരു ഗ്രേവി ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വെന്ത് വന്നപ്പോൾ.
അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതാ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വേവിക്കാൻ നേരം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും ബീഫൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനല്ലേ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് ഇടാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങനെ റോസ്റ്റും ആയിട്ടില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പാതി വഴറ്റിയിട്ടുള്ള സവാള നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മുരിഞ്ഞിരിക്കുന്ന ബീഫിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് സെർവ് ചെയ്യുന്നത്, ആ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ പാതി വഴറ്റിയിട്ടുള്ള സവാളയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മതിയാവും. അപ്പോഴാണ് നല്ല മുരിഞ്ഞ ബീഫിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാനായിട്ട് നമുക്ക് പാതി വേണ്ടിയിട്ടുള്ള സവാളയും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സാധാരണ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബീഫ് റോസ്റ്റ് കിട്ടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവർക്കും നമ്മുടെ തട്ടുകടയിൽ രുചികളൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയല്ല ബീഫ് റോസ്റ്റ് റെഡിയാക്കാറുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ചും നമ്മുടെ പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പൊറോട്ടയൊക്കെ ഒന്ന് ചുരുട്ടിയെടുത്ത് നമ്മുടെ ബീഫൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു സവാളയൊക്കെ ഒന്ന് കടിച്ച് അതുപോലെ മുരിഞ്ഞ ബീഫൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാനും നന്നായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് നെയ്ച്ചോറിനും അതിനൊക്കെ വേണമെങ്കിലും ഒരു കോമ്പിനേഷനായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്